സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം. ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്ന് സർവത്ര അവഗണനയാണെന്നും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ക്രൈസ്തവർ വോട്ട് ബാങ്ക് അല്ലെന്ന് കരുതുന്നുണ്ടെങ്കിൽ കേരളത്തിലെ 17% ക്രൈസ്തവർക്കും ഒന്നിക്കാൻ കഴിയുമെന്നും ആർച്ച് ബിഷപ്പിന്റെ മുന്നറിയിപ്പ്. വനം വഖഫ് നിയമങ്ങൾക്കും ന്യൂനപക്ഷാവകാശ നിഷേധത്തിനുമെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത നടത്തിയ കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം സംസ്ഥാന സർക്കാരിനുള്ള മുന്നറിയിപ്പായി മാറി. വന്യജീവി ആക്രമണത്തിന്റെയും വനനിയമത്തിന്റെയും വഖഫ് നിയമ നടപടികളുടെയും ഭീഷണിയിൽ അനുദിന ജീവിതം ക്ലേശകരമായിരിക്കുന്നുവെന്നും അർഹമായ ന്യൂനപക്ഷാവകാശങ്ങൾ ക്രൈസ്തവർക്ക് നിഷേധിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ വിമർശിച്ചു. തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾ കണ്ട് മയങ്ങിപ്പോകുന്ന മണ്ടന്മാരല്ല കേരളത്തിലെ നസ്രാണികൾ. കേരളത്തിലെ 17% ക്രൈസ്തവർ വോട്ട് ബാങ്ക് അല്ല എന്ന് കരുതി അവഗണിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഈ 17%ത്തിനും ഒരുമിച്ച് കൂടാൻ സാധിക്കുമെന്ന് തോമസ് തറയിൽ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പുകളിലെ വാഗ്ദാനങ്ങൾ കണ്ട് മയങ്ങിപ്പോകുന്ന മണ്ടന്മാരൊന്നുമല്ല കേരളത്തിലെ നസ്രാണികൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വാഗ്ദാനങ്ങൾ കിട്ടിയാൽ ഉടനെ അതിൽ മയങ്ങുന്ന ആൾക്കാരൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ആർജവത്വമുള്ള ഒരു സമുദായമാണ് തന്നെയാണ് ക്രൈസ്തവ സമുദായം. കേരളത്തിൽ ഇന്നും 17% നമ്മളുണ്ട്. നമ്മൾ തീരെ അവഗണിക്കാവുന്ന ഒരു സമൂഹമൊന്നുമല്ല. നമ്മൾ വോട്ട് ബാങ്ക് അല്ല എന്നൊക്കെ കരുതി നമ്മളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഈ 17%ത്തിനും ഒരുമിച്ച് കൂടാൻ സാധിക്കും. ഞങ്ങൾ അത് സാധ്യമാക്കും എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടനാട്ടിൽ കർഷകർക്ക് നെല്ലിന് വില കിട്ടണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കണം. നെല്ലിന്റെ താങ്ങുവില ഉയർത്താൻ സർക്കാർ നടപടിയില്ല. മറ്റു ചില കമ്മീഷനുകളിൽ സർക്കാർ കാണിച്ച താൽപര്യം ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള ജസ്റ്റിസ് JB കോശി കമ്മീഷനോട് കാണിക്കുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. നെല്ലിന് വില കിട്ടുന്നില്ല. നെല്ലിന് വില കിട്ടണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കണം. ഇനി വില കിട്ടിയാൽ തന്നെ അതിന് നൂലാമാലകളേറെ, ബാങ്കുകളുടേതൊക്കെയായ നൂലാമാലകളേറെ. അതോടൊപ്പം ഇത്തരത്തിലുള്ള താങ്ങുവില വളരെ കുറവ് താങ്ങുവിലയിലാണ് നൽകുക. 40 രൂപയെങ്കിലും നെല്ലിന് താങ്ങുവിലയാക്കണമെന്നുള്ള ആവശ്യത്തോട് ഇതുവരെയും ഭരണകൂടങ്ങളൊന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭീമ ഹർജി നമ്മുടെ എല്ലാ ഇടവകകളുടെയും നേതൃത്വത്തിൽ നൽകിയതിന്റെ ഫലമായിരുന്നു JB കോശി കമ്മീഷൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 6 മാസങ്ങൾക്ക് മുമ്പാണ് JB കോശി കമ്മീഷൻ പ്രഖ്യാപിച്ചത്. അവരേതാണ്ട് 1 വർഷമെടുത്ത് 6 ലക്ഷം നിവേദനങ്ങൾ ലഭിച്ച ഒരു വലിയ ഒരു റിപ്പോർട്ട് അവര് സമർപ്പിച്ചു. ഇനി ഇതുവരെയും അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. ആലപ്പുഴ മാങ്കോമ്പ് മുതൽ ചങ്ങനാശ്ശേരി വരെ കർഷക ലോങ് മാർച്ചും നടത്തി. ജനം, കോട്ടയം.